റീസർവേയുടെ മറവിൽ ദേവസ്വം ഭൂമികളുടെ രേഖകൾ തിരുത്തി സർക്കാരിന്റെ ഭൂമിക്കൊള്ള. റവന്യൂ രേഖകളിൽ പുറംപോക്കെന്ന് രേഖപ്പെടുത്തി വിവിധ ഹൈന്ദവ ക്ഷേത്രങ്ങളുടെയും ദേവസ്വം ബോർഡുകളുടെയും ആയിരക്കണക്കിന് ഏക്കർ ഭൂമിയാണ് സർക്കാർ തട്ടിയെടുത്തത്. ഭൂരേഖകളിലെ ക്രമക്കേട് ചൂണ്ടിക്കാട്ടി ദേവസ്വം കമ്മീഷണർ അയച്ച 5 കത്തുകൾക്കും സർക്കാർ നൽകിയത് പുല്ലുവില. ജനം ബ്രേക്കിംഗ്. റവന്യൂ രേഖകളിൽ പുറംപോക്കത്ത് രേഖപ്പെടുത്തി സംസ്ഥാന സർക്കാർ തട്ടിയെടുത്തത് വിവിധ ഹൈന്ദവ ക്ഷേത്രങ്ങളുടെയും ദേവസ്വം ബോർഡുകളുടെയും ആയിരക്കണക്കിന് ഏക്കർ ദേവസ്വം ഭൂമി. റീസർവേയുടെ മറവിലായിരുന്നു സർക്കാരിന്റെ ഭൂമിക്കൊള്ള. ദേവസ്വം ഭൂമികൾ റവന്യൂ രജിസ്റ്ററിൽ ദേവസ്വം വക പണ്ടാരഭൂമി എന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കും. എന്നാൽ റീസർവേയിൽ ഇത് പുറംപോക്കെന്ന് രേഖപ്പെടുത്തിയായിരുന്നു തട്ടിപ്പ്. ഇതോടെ ക്ഷേത്രഭൂമികൾ റവന്യൂ വകുപ്പിന്റേതായി മാറി. ഇത്തരത്തിൽ വിവിധ റീസർവേകളിൽ പാറശാല മുതൽ വടക്കൻ പറവൂർ ഗ്രൂപ്പിലെ പെരുവനം വരെയുള്ള ഒട്ടനവധി ദേവസ്വം ഭൂമികളുടെ റവന്യൂ രേഖകളിൽ സർക്കാർ പുറംപോക്കെന്ന് രേഖപ്പെടുത്തി റവന്യൂ വകുപ്പിലേക്ക് തട്ടിയെടുത്തു. ഹൈവേ വികസനത്തിന് ദേവസ്വം ഭൂമി ഏറ്റെടുത്തതുമായി ബന്ധപ്പെട്ടുള്ള നഷ്ടപരിഹാര തർക്കമാണ് കള്ളി വെളിച്ചത്താകാൻ കാരണം. വിട്ടു നൽകിയ ദേവസ്വം ഭൂമികൾക്കുള്ള നഷ്ടപരിഹാരം സർക്കാർ അക്കൗണ്ടിലേക്ക് മാറ്റി. ദേവസ്വം ഭൂമികൾ റവന്യൂ ഭൂമികളാക്കി മാറ്റിയത് ഉപയോഗിച്ചായിരുന്നു സർക്കാർ തീരുമാനം. ഭൂമി ദേവന്റെ ഉടമസ്ഥതയിലുള്ള ദേവസ്വം ഭൂമിയാണെന്നും റീസർവേയിൽ പിഴവ് പറ്റിയതാണെന്നും 5 തവണ ദേവസ്വം കമ്മീഷണർ കത്ത് നൽകിയിട്ടും സർക്കാർ ചെവിക്കൊണ്ടതേയില്ല. ദേവസ്വം ഭൂമി തട്ടിയെടുത്തത് മറയ്ക്കാൻ 2023 ആഗസ്റ്റ് 9 സർക്കാർ പുതിയ ഉത്തരവിറക്കി. ദേവസ്വം ഭൂമികൾ സർക്കാർ ഭൂമിയാണെന്ന് വരുത്തി തീർക്കുന്ന തരത്തിലായിരുന്നു ഉത്തരവ്. ദേവസ്വം ബോർഡിന്റെ കൈവശമുള്ള ഭൂമി മഹാരാജാവിന്റെ കാലത്തോ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരോ കവനന്റ് പ്രകാരം സൗജന്യമായി നൽകിയ സർക്കാർ ഭൂമിയാണെന്നും അതിനാൽ നഷ്ടപരിഹാര തുക ധനവകുപ്പ് അക്കൗണ്ടിലേക്ക് മാറ്റണമെന്നും ഈ ഉത്തരവിൽ പറഞ്ഞിരുന്നു. പ്രജിത് മോഹനൻ, ജനം, തിരുവനന്തപുരം.